ഒന്ന് വെയിറ്റ് ചെയ്യണേ. എന്ത് പണിയമ്മ ഈ പപ്പി കാണിക്കുന്നേ? ഒരു വാക്ക് പോലും പറയാതെയല്ലേ അവൾ ഇങ്ങോട്ട് പോകുന്നത്. അമ്മ ഇപ്പൊ വിളിച്ചില്ലായിരുന്നെങ്കിൽ ഞാനിപ്പോ അവിടെ എല്ലാം തിരക്കി നടക്കില്ലായിരുന്നോ? അവൾക്ക് അവിടെ നിൽക്കാൻ പേടിയാണെന്നാ ശ്യാമ പറയുന്നേ. അങ്ങനെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? കാര്യം അയാളുടെ മനസ്സ് മുഴുവനും പകയാ എന്ന് വെച്ച് ഞാൻ മാറി നിന്നാ അയാളും ആ സുസ്മിതയും കൂടി ഇതിലും വലിയ ചതികൾ അവിടെ ചെയ്യും. അതിനു കൂട്ടായിട്ട് ഉപേന്ദ്രനും ചന്ദ്രബോസും ഉണ്ട് അവിടെ. കുഞ്ഞേച്ചിക്കെതിരെ വലിയൊരു ഗൂഢാലോചനയും അവിടെ ഇപ്പൊ നടക്കുന്നുണ്ട്. എന്തോ ജോലി സംബന്ധിച്ച, ഒന്നുകിൽ ഒരു ട്രാൻസ്ഫർ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും. അതവര് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ആ പ്ലാനിങ് വിജയിക്കുകയും ചെയ്തു. ഞാനിപ്പോ നിർബന്ധിത ലീവില്ല. ഭർത്താവിന്റെ സ്പിരിറ്റ് കടത്തലിൽ കളക്ടർക്ക് പങ്കുള്ളതായി ആരോപണം വന്നു. മുഖം രക്ഷിക്കാനായി കുറച്ചു ദിവസത്തേക്ക് കളക്ടർ ലീവിൽ പോണമെന്ന് റവന്യൂ മന്ത്രിയുടെ തീരുമാനം. അത് നടപ്പിലാക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണല്ലോ. ഈ തിരിച്ചടികൾക്കൊക്കെ മറുപടി കൊടുക്കാൻ വിഷ്ണു പുറത്തിറങ്ങിയേ പറ്റൂ. വിഷ്ണുവിന്റെ നിരപരാധിത്വം തെളിയിച്ച് ഇവന്മാരെയൊക്കെ നിലക്കി നിർത്താൻ അവനെ കൊണ്ടേ കഴിയൂ. അതിനവൻ മറവിൽ നിന്ന് വെളിയിൽ വരണം മോളെ. അതിനുള്ള വഴിയാമ ഇപ്പൊ ഞാനും ആലോചിച്ചുകൊണ്ടിരിക്കുന്നേ. കാരണം ശത്രുക്കൾ ഓരോ ദിവസം കൂടുന്തോറും ശക്തരായിക്കൊണ്ടിരിക്കുക. പുതിയ പുതിയ തന്ത്രങ്ങൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുക. ഇനി അവർക്ക് മുന്നിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ നമ്മളും ആ രീതി തന്നെ വരണം. ആ, ഇനി നിന്റെ തീരുമാനം എന്താ? നീ പപ്പിയെ കൊണ്ടുപോകുന്നുണ്ടോ? പപ്പിയെ കൊണ്ടുപോകണോ അമ്മേ? ഇല്ലെങ്കിൽ ഇന്ന് രോഹിത് അതിന്റെ പേരിലായിരിക്കും വഴക്ക് നടത്തുക.